പിന്നെ ഇത് ഞങ്ങൾ വിശദീകരണം എഴുതി കൊടുത്തു. ആര്? ഹുസൈൻ സലഫി, അതുപോലെ അബ്ദുറഹ്മാൻ സലഫി. കാര്യപ്പെട്ട ആൾക്കാർ രണ്ടുപേരും അവരാ. ആ അബ്ദുറഹ്മാൻ സലഫി, ഹുസൈൻ സലഫി അടങ്ങുന്ന ആളുകൾ ഇത് എഴുതി അത് വായിച്ചു കേട്ട് ഇസ്ലാഹിൽ കൊടുത്തു. ഇസ്ലാഹിൽ കൊടുത്ത് ഇത് വരാൻ പോണെന്ന് പറഞ്ഞപ്പോൾ ജബ്ബാർ മൗലവി പറഞ്ഞു, ആ വിശദീകരണം കാണും ഇസ്ലാഹിൽ വന്ന ഇനി ഞാൻ എഴുതൂല. വല്യാപ്പാന്റെ വാശി. മൂപ്പര് തിരുത്തൂല, വേറൊരാൾ വിശദീകരണം അത് കൊടുക്കാൻ പറ്റൂല. ജിന്ന ആവാഹിച്ചത് അങ്ങനെയാ. അവസാനം പ്രശ്നമായി, നേതൃത്വം ഇടപെട്ടു. അവസാനം നിർബന്ധിതാവസ്ഥ ഇത് കൊടുക്കേണ്ടി വന്നു. കൊടുത്തു. 2008 ഇസ്ലാഹിൽ കൊടുത്തു. പിന്നെ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയില്ല. ഒന്നും ചെയ്തിട്ടില്ല സംഘടന അല്ലേ ഇവർ പറയണേ, ഒരിടപെടലും നടത്തിയിട്ടില്ല. ഇത് ന്യായീകരിച്ച് ഇങ്ങനെ നടക്കരുന്നു അല്ലേ. എന്നാൽ ഈ വിശദീകരണം കൊടുത്തതിന് ശേഷം മാസങ്ങളോളം പിന്നെ ജബ്ബാർ മൗലവി ലേഖനം എഴുതിയോ? ജബ്ബാർ മൗലവി ലേഖനം എഴുതിയില്ല. മാസങ്ങളോളം പിന്നെ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയില്ല എന്നതിന് ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഇസ്ലാഹ് തന്നെ വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാകും. ജനുവരിയിൽ അഥവാ 2008 ജനുവരിയിൽ വന്നു. 2008 ജനുവരിക്ക് ശേഷം ജബ്ബാർ മൗലവി എഴുതി വരുന്ന ലേഖനങ്ങൾ അദ്ദേഹം നിർത്തലാക്കി. പിന്നെ അദ്ദേഹത്തിന്റെ ലേഖനം പ്രത്യക്ഷപ്പെടുന്നത് 2008 ജൂലൈയിലാണ്, ഇസ്ലാഹിലാണ്. ആ ഇസ്ലാഹിൽ നെല്ലിക്കുത്ത് എന്നവരുടെ സദറും നെഹ്റും കൂടെ ഇന്ത്യയും എന്ന ലേഖനം, ആ ലേഖനം ജബ്ബാർ മൗലവി എഴുതി. പേരെന്താ? ചുക്കുജോലക്കൽ ചേക്കു. ഉണ്ടോ? ലേഖനം എഴുതിയ ആളുടെ പേരാ ചുക്കുജോലക്കൽ ചേക്കൂന്ന്. ഇങ്ങനെ ആള് ഭൂമി ലോകത്തുണ്ടോ? ഈ ചുക്കുജോലക്കൽ ചേക്കൂരൊന്ന് കാണിച്ചു തരാമോ? നേരെ തുറക്കലേക്ക് പോകേണ്ടി വരും. സാക്ഷാൽ ജബ്ബാർ മൗലവി അത്. കാരണം എന്താ? വിശദീകരണം വന്നാൽ പിന്നെ ഞാൻ എഴുതൂല എന്ന് വാശി പിടിച്ച വല്യാപ്പല്ലേ. പക്ഷെ വിശദീകരണം വന്നു കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് നമുക്കൊക്കെ സൗകര്യമായി. കാര്യം നമ്മളത് വായിച്ചു കൊടുക്കും. മടവൂരികൾ പറയുമ്പോഴും വിശദീകരണം വന്നിട്ടുണ്ട്, നിന്നോട് സഹായം തേടാമെന്നല്ല അതിൻ്റെ അർത്ഥം, തേടാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇതൊക്കെ വായിച്ചു കൊടുക്കുകയാണ്. അപ്പം മൂപ്പർക്കൊരു ആശ്വാസം കിട്ടിയപ്പോൾ പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ മൂപ്പര് പിന്നെ എഴുതാൻ തയ്യാറായി രംഗത്ത് വന്നതാ. പിന്നെ അത് കഴിഞ്ഞു അടുത്ത ഇസ്ലാഹ് 2008 ആഗസ്റ്റിലെ ഇസ്ലാഹിലും ഒരു ലേഖനം വന്നു. ആ ലേഖനത്തിന്റെ പേര് കാടന്റെ കഥ പോലും കടവനില്ല എന്നാ. ഇതാ ലേഖനം. ഈ ലേഖനം എഴുതിയ ആരെന്നറിയോ? അതേ ജബ്ബാർ മൗലവി. ഇതിനകത്ത് പേരെന്നറിയോ? പൂക്കുംപാലക്കൽ പോക്കു. 1 മാസം കൊണ്ട് ചേക്കു പോക്കുവായി. നിങ്ങൾ മനസ്സിലാക്കണം. ഈ പൂക്കുംപാലക്കൽ പോക്കു ആരാ? സക്കരിയ മൗലവി. നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ പരസ്യമായി നിങ്ങൾ ഈ സമുദായത്തെ കബളിപ്പിച്ചതിൻ്റെ നേർരേഖകളാ. ഇതൊക്കെ അള്ളാഹ് നിങ്ങളെ കൊണ്ട് അന്ന് ചെയ്യിച്ചതാ. ഞങ്ങൾക്ക് അറിയില്ല, വരാനിക്കണ കാര്യമൊന്നും അറിയില്ല. ഇതൊക്കെ അന്ന് നിങ്ങളെ കൊണ്ട് അള്ളാഹ് ചെയ്യിച്ചു. എന്നിട്ട് ഇതിനെ ഞങ്ങൾക്കതിങ്ങനെ പറയാൻ കഴിയും. എന്നിട്ടും നിങ്ങൾ പറയാ KNM ഇടപെട്ടില്ല, KJ ഇടപെട്ടില്ല, ഞങ്ങൾക്കൊന്നും അവസരം തന്നില്ല, ഞങ്ങളെയൊക്കെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കായിരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ.